കാലവർഷം കനക്കുകയാണ്. വടക്കൻ കേരളത്തിൽ തീവ്ര മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾ ദുരന്തമുണ്ടായ മേപ്പാടി പഞ്ചായത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കോഴിക്കോട് നിന്ന് മുബാറക്കും, വയനാട്ടിൽ നിന്ന് ലിൻഡോ തോമസും, കൊച്ചിയിൽ നിന്ന് സൈഫുനിസ അയ്യാരുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. ആദ്യം കോഴിക്കോട്ടേക്ക്. ഗുഡ് മോർണിംഗ് മുബാറക്. അവിടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇന്നിപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴ സാധ്യത നിലനിൽക്കുന്നത്. റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് കരുതലുകൾ? എന്താണ് വിശദാംശം? മുബാറക്കിന് കേൾക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. മുബാറക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് സൈഫുനിസയിലേക്ക് പോകാം, കൊച്ചിയിലേക്ക്. സൈഫുനിസ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ മധ്യ കേരളം മുതൽ അങ്ങ് വടക്കോട്ടാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത പൊതുവെ പറയുന്നത്. ഈ കാലവർഷം അതിൻ്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലേക്ക് ഇന്നു മുതൽ എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ? വെരി ഗുഡ് മോർണിംഗ് ഹർഷൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ ശക്തി പ്രാപിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഇന്നലെ ശക്തമായ മഴയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മുതൽ അതിശക്തമായ മഴയില്ല. പക്ഷേ ഇടവിട്ടുള്ള ഒരു മഴയുണ്ട്. അത് 5 മിനിറ്റ് പോലും നിൽക്കുന്നില്ല. അങ്ങനത്തെ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊച്ചി നഗരത്തിൽ എവിടെയും കാര്യമായ വെള്ളക്കെട്ടുകളൊന്നും തന്നെ ഇല്ല. എനിക്ക് പിറകിൽ കാണുന്ന ഈ ഇടറോഡുകളിലൊക്കെയുള്ള ചെറിയ വെള്ളക്കെട്ടൊക്കെ ഉള്ളൂ. കാര്യമായ വെള്ളക്കെട്ടിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകും. കാരണം നല്ല കാർമേഘമുണ്ട്, നല്ല മഴ തങ്ങി നിൽക്കുന്നുണ്ട്. ഇന്ന് ഓറഞ്ച് അലേർട്ട് കൂടിയാണ് എറണാകുളം ജില്ലയിൽ. അതുകൊണ്ട് തന്നെ മഴ, ചാറ്റൽ മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശക്തമായ മഴയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ജലനിരപ്പും എവിടെയും ഉയർന്നതായി നമുക്ക് ഇതുവരെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ ഇതെല്ലാം സാധ്യതയുണ്ട്. കാരണം അതിശക്തമായ മഴയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഭൂതത്തങ്ങട്ട് അണക്കെട്ടിന്റെ ഡാമുകൾ, 2 ഡാമും നേരത്തെ 2 ഷട്ടറുകൾ നേരത്തെ തുറന്നിരുന്നു. ബാക്കി ഷട്ടറുകൾ കൂടി തുറക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പെരിയാറിൽ ജലനിരപ്പ് ഒരു ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പെരിയാറിന്റെ കരയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടാനില്ല. പക്ഷേ ഒരു ജാഗ്രത വേണ്ട ഒരു സാഹചര്യമാണ് ഈ കാലവർഷം സംബന്ധിച്ചോളം നിലവിലുള്ളത്. സൈഫുനിസയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മുബാറക്കാണ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. മുബാറക്ക്, വടക്കൻ കേരളത്തിലെ കരുതൽ എങ്ങനെയാണ്? പൊതുവെ റെഡ് അലർട്ടുള്ള ജില്ലകൾ വടക്കൻ കേരളത്തിലാണ് ഉള്ളത്. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, അതായത് കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. അതുപോലെ കാസർഗോഡ്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വയനാട് ഉൾപ്പെടെ കോഴിക്കോടും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ സ്കൂളുകളും അതുപോലെ ട്യൂഷൻ സെന്ററുകളും മദ്രസകളും അങ്കണവാടികളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ശക്തമായ മഴ, അതായത് ഈ കാലവർഷം കനത്തതോടെ ശക്തമായ മഴ 2 ദിവസമായി ജില്ലയിൽ പെയ്യുന്നുണ്ട്. ഇടവിട്ടിടവിട്ടാണ് പെയ്യുന്നത്. ഇന്നലെ രാത്രിയോടെ മഴയ്ക്കൊരു ശമനമുണ്ടായെങ്കിലും ഇന്ന് പുലർച്ചെ ആയതോടെ വീണ്ടും മഴ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതായത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ അനാവശ്യമായി വീട്ടിൽ നിന്ന് വിനോദസഞ്ചാരത്തിനോ മറ്റ് യാത്രകളോ എല്ലാം തന്നെ ഒഴിവാക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ കോഴിക്കോട് വടകര താലൂക്കിന് പരിധിയിൽ വരുന്ന വിലങ്ങാട് ഭാഗത്ത് ഉരുൾപൊട്ടൽ സാധ്യതയും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇന്നലെയും ഇന്നുമായി ഈ പ്രദേശങ്ങളിൽ നിന്ന് അവിടെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്ന പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റാനുള്ള നീക്കങ്ങൾ പ്രാദേശിക ഭരണകൂടം സ്വീകരിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഈ നമുക്ക് ജനങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ മലയോര മേഖലകളിലൂടെയുള്ള യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കണമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മിഠായി തെരുവ് പോലുള്ള നഗരവീഥികളിലും മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ഈ അപകടാവസ്ഥ നിലനിൽക്കുന്ന റോഡുകളിലൂടെ എല്ലാം യാത്ര ഒഴിവാക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്.
പ്രധാനമായും ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ചെറിയ രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് നഗരപ്രദേശത്ത് തന്നെയാണ്. ഇവിടെയെങ്ങും അത്ര കാര്യമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. ഇന്നലെ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടെ മഴ അല്പം ശമിച്ചതാണ് ഒരുപക്ഷെ വെള്ളക്കെട്ട് കുറയാനുള്ള സാഹചര്യമായത് എന്നുള്ളതാണ്. എന്തായാലും അതൊരു ആശ്വാസകരം തന്നെയാണ്. എന്തായാലും വെള്ളക്കെട്ട് ചെറിയ രീതിയിൽ ഈ താഴ്ന്ന പ്രദേശത്ത് തുടരുന്നുണ്ട്. അതുപോലെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പുമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഹർഷൻ. റൈറ്റ്, മുബാറക്കാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് ലിൻഡോ തോമസ് കൂടി ചേരുന്നുണ്ട്. ലിൻഡോ, ഗുഡ് മോർണിംഗ്. എന്തായാലും മുൻ ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കർശനമായ നിരീക്ഷണമാണ് വയനാട് ജില്ലയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ജില്ലയിൽ ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന മേപ്പാടി പഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്നും നാളെയുമായി അടച്ചിടാനും ഒപ്പം അവിടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഹോം സ്റ്റേകൾ ഒക്കെ ഉള്ള ഈ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചിടാൻ മേപ്പാടി പഞ്ചായത്ത് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം വയനാട് സൗത്ത് വയനാട് വനംവകുപ്പ് ഡിവിഷനിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം, പ്രത്യേകിച്ച് ബാണാസുര സാഗർ, മീൻമുട്ടി, കുറുവാദ്വീപ് തുടങ്ങിയിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇന്നും നാളെയുമായിട്ട് അടച്ചിടാൻ ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയുള്ള സാഹചര്യങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു മഴ വയനാട്ടിൽ അനുഭവപ്പെട്ടിട്ടില്ല. എങ്കിലും ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യങ്ങൾ ഈ 2 ദിവസങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് വയനാട് ജില്ലയിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഹർഷൻ. ലിൻഡോയാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.